എടാ ചെറുതായിട്ട് ലേറ്റായി പോയേ. ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്ത് പോയിട്ട് കുറച്ച് ടൈമായിപ്പോയി. നമുക്ക് സ്പിങ്സ് തന്നെ ചെയ്യാം. നമുക്ക് സ്പിങ്സ് തന്നെ ചെയ്യാം. നോട്ട്സ് ഞാൻ അയച്ചുതരാം. ഇവിടെ സബൂറാക്ക്. നോട്ട്സ് എവിടെയും പോകുന്നില്ല. എടാ ചെറുതായിട്ട് ലേറ്റായി പോയേ. ഫുഡ് കഴിക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞ സെഷനിലെ ക്വസ്റ്റ്യനാണ്. ഈ മോഡൽ ചോദ്യം മേ ബി ഇപ്രാവശ്യം വന്നേക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ചോദ്യം ഒന്ന് നോക്കാം. സ്പിൻസ് എന്ന് പറയുന്നൊരു ചോദ്യം. ഇത് നിങ്ങളുടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിൽ മാത്രമേ ഉള്ളൂ. റിവിഷൻ കിറ്റിൽ ഉണ്ടാവാനുള്ള ചാൻസ് കുറവാണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ഒരു മിനിറ്റ്. അതില്ലേ, ഇത് ഞാനിവിടെ ഉണ്ടാവുക. അപ്പോൾ ആ സ്ക്രീന് കുറച്ച് അങ്ങോട്ടേക്കാക്കി. ആയില്ലേ? ഓക്കെ. പ്രീമോക്ക് ഡോറിറ്റ് നമുക്ക് ചെയ്യാടാ. ഇത് നമുക്കൊന്ന്, ഈ സ്പിൻസ് നമുക്കൊന്ന് ചെയ്തിട്ട്, ഇത് മാർച്ച് ജൂൺ 2023 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്കൊന്ന് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എങ്ങനെ നോക്കിക്കോളാം, പ്രശ്നമില്ല. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ വെച്ച് ഇത് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കൺസോൾട്ടേഷനിലേക്ക് പോവാം. സൗണ്ട് വന്നില്ല അല്ലേ? ഓക്കെ, വന്നു. ഗുഡ്, താങ്ക് യു. സോ നമ്മളിതിൻ്റെ റിക്വയർമെൻറ്റ് നോക്കുകയാണ്. ഇതൊരു 20 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് 40 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം എന്നാണ്. 40 മിനിറ്റ്സ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം. സോ എന്താണ് റിക്വയർമെൻറ്റ്? പ്രിപ്പയർ എ സ്കെഡ്യൂൾ ഓഫ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2005. 31st December 2005-ലെ 31st December 2005-ലെ പ്രോഫിറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ റിക്വയർമെൻറ്റ് അല്ലേ. അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഷെഡ്യൂൾ ഓഫ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2005. അതാണ് ഒന്നാമത്തെ റിക്വയർമെൻറ്റ്. രണ്ടാമത്തെ റിക്വയർമെൻറ്റ് നമ്മളടുത്ത് എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റി ഫോർ ദി ഇയർ എൻഡഡ് 31st December 2005. അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മളടുത്ത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്ത് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫൈനാൻഷ്യൽ പൊസിഷൻ ആസ് എറ്റ് 31st December 2005 പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആൻഡ്
വർക്കിങ്സ്. ഇതാണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ള സംഭവങ്ങൾ. ഓക്കെ, സോ നമുക്കറിയാം ഈ ഒരു മോഡൽ ചോദ്യം നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ക്യാൻഡി, എക്സ്റ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ കിറ്റിലുണ്ട്. അപ്പോൾ ആ ഒരു മോഡൽ ചോദ്യമാണ്. ക്യാൻഡി, എക്സ്റ്റോൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചോദ്യമുണ്ട്, ആ ഒരു മോഡൽ ചോദ്യമാണ്. ഈ ചോദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പേ എനിക്ക് ചെറിയൊരു അനൗൺസ്മെൻറ്റ്. നമ്മൾ സൈലം നെക്സ്റ്റ് ടൈം പേപ്പേഴ്സ് ഇത് ഒന്നൊന്നിവിടെ പറയണം, കാരണം പറയുന്നത് നല്ലതല്ലേ. സോ നെക്സ്റ്റ് ടൈം നമ്മൾ പേപ്പേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്ത സെഷനിൽ ഡിസംബറിലേക്ക് ചെറിയ രീതിയിലാണ് കൊടുക്കുന്നത്, ഫുള്ളായിട്ടുള്ള പേപ്പേഴ്സ് ഇല്ല. ബട്ട് മാർച്ച് ആകുമ്പോഴേക്ക് ഫുൾ പാനൽ, ഫുൾ സ്ട്രോങ് ടീം ഇവിടെ ഉണ്ടാവും. നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് എഫോർഡബിൾ റേറ്റ്സിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, എഫോർഡബിൾ റേറ്റ്സിൽ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും, വളരെ കുറഞ്ഞ റേറ്റ്സിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് സെഷനിൽ നമുക്ക് F5 ഓൺലൈൻ ഉണ്ട്, F7 കൊച്ചിയിൽ ഓഫ്ലൈൻ ഉണ്ട്, പിന്നെ ഓൺലൈൻ ഉണ്ട്. F8 കൊച്ചിയിൽ ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. FM ഓൺലൈൻ ഉണ്ട്. അതുപോലെ തന്നെ P ലെവൽസ് എല്ലാ പേപ്പേഴ്സും കൊച്ചിയിൽ ഓഫ്ലൈൻ ഉണ്ട്, ഓൺലൈൻ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ, നിങ്ങളുടെ സീനിയേഴ്സ് ഉണ്ടെങ്കിൽ, ജൂനിയേഴ്സ് ഉണ്ടെങ്കിൽ അവരോടൊന്ന് പറയുക. നമ്മൾ ഏറ്റവും ബെസ്റ്റ് ക്ലാസ്സുകൾ ഏറ്റവും അഫോർഡബിൾ റേറ്റ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ കമ്മിങ് ബാക്ക്, ഷെഡ്യൂൾ ഓഫ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ഫോർ ദി ഇയർ എൻഡഡ് 31st December 2005 ആണ് നമ്മളെടുത്ത് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. സോ ഇവിടെ നമുക്ക് ഡ്രാഫ്റ്റ് PBT തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് ബിഫോർ ടാക്സ് തന്നിട്ടുണ്ട് അല്ലേ. സോ ഇത് അൺഅഡ്ജസ്റ്റഡ് PBT ആണ്. ഇതെന്ത് PBT ആണ്? അൺഅഡ്ജസ്റ്റഡ് PBT ആണ്. അൺഅഡ്ജസ്റ്റഡ് PBT ആണ്. എത്രയാണ് അൺഅഡ്ജസ്റ്റഡ് PBT? 166,450. ആൻഡ് ഇതിൽ നമ്മളിനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണിക്കണം. അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണിച്ചിട്ട് വേണം കറക്റ്റ് പ്രോഫിറ്റ്, അതായത് അഡ്ജസ്റ്റഡ് PBT കാണാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അഡ്ജസ്റ്റഡ് PBTയിൽ വേണ്ടത് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് വേണ്ടത്. കാരണം പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആണ് നമ്മൾ എവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യൽ? റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യൽ. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഇക്വിറ്റിയുടെ ഒരു ഫോർമാറ്റ് നമുക്കൊന്ന് വെറുതെ ഇവിടെ വേണമെങ്കിൽ കൊടുക്കാം. എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്? എന്തൊക്കെ ഇക്വിറ്റി ഐറ്റംസ് ആണുള്ളത് ഇവിടെ നോക്കുവാണെങ്കിൽ $1 ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ പ്രീമിയം ഉണ്ട്, റീറ്റെയിൻഡ് ഏർണിങ്സ് ഉണ്ട്. അപ്പം ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്, പിന്നെ റിവാലുവേഷൻ സർപ്ലസ്. ഈ 3 ഐറ്റംസ് ആണ് ഉള്ളത്. ഈ 3 ഐറ്റംസ് ആണുള്ളത്. റിവാലുവേഷൻ സർപ്ലസ് മറ്റേ ഇവിടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുമായിരിക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ ബാലൻസുകൾ, ഓപ്പണിംഗ് ബാലൻസുകൾ നമുക്ക് ട്രയൽ ബാലൻസിൽ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ആണോ എന്നുള്ള കാര്യം ഉറപ്പില്ല, പക്ഷേ ട്രയൽ ബാലൻസിൽ തന്ന ഫിഗേഴ്സ് നമ്മൾ തൽക്കാലം ഓപ്പണിംഗ് ബാലൻസ് ആക്കി എടുക്കുകയാണ്. അപ്പോൾ $1 ഷെയർ ക്യാപിറ്റൽ 120,000 ആണ്, ഷെയർ പ്രീമിയം 5,000 ആണ്. പക്ഷേ നോട്ട് 5 വായിച്ചിട്ട് വേണം ഇത് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓപ്പണിംഗ് റീറ്റ് ഏർണിങ്സ് 150 ആണ്. ഓപ്പണിംഗ് റീറ്റ് ഏർണിങ്സ് ഇത് 158 ആണ്. റിവാലുവേഷൻ സർപ്ലസിൻ്റെ ബാലൻസ് ഇവിടെ കാണിക്കുന്നില്ല. സോ റിവാലുവേഷൻ സർപ്ലസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 0 ആയിരിക്കും. ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഒന്ന് ഇതിൻ്റെ ചാർജർ കഴിഞ്ഞു, ചാർജ് ചെയ്യാനായി, ലാപ്ടോപ്പിൻ്റെ കഴിയാനായി. ചാർജ് ഉണ്ട് ലാപ്ടോപ്പിൻ്റെ ചാർജർ. ഇത് ലെനോവോ അല്ലേ, എൻ്റെ അടുത്ത് HP. അത് ചെയ്യാം, ഇതല്ലേ.
ഓക്കെ, റീവാലുവേഷൻ സർപ്ലസ് എത്രയാണ്? 0 ആണ്. ഓക്കെ, പിന്നെ മറ്റുള്ള ഐറ്റംസ് SOFP ഐറ്റംസ് ഉണ്ട്. SOFPയിൽ പൊതുവേ നമുക്ക് ഉണ്ടാവാറ് നോൺ കറണ്ട് അസറ്റ് ഉണ്ടാവാറുണ്ട്. എന്തൊക്കെയാണ് നോൺ കറണ്ട് അസറ്റ് എന്നുള്ള കാര്യം അറിയില്ല. കറണ്ട് അസറ്റ് ഉണ്ടാവാറുണ്ട്, പിന്നെ ടോട്ടൽ അസറ്റ്സ്, പിന്നെ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ഈ 4 ഐറ്റംസ്: ഷെയർ ക്യാപിറ്റൽ, ഷെയർ പ്രീമിയം, റീറ്റെയിൻഡ് ഏർണിങ്സ്, റിവാലുവേഷൻ സർപ്ലസ്, പിന്നെ നോൺ കറണ്ട് ലയബിലിറ്റി, കറണ്ട് ലയബിലിറ്റി, ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഈ ഐറ്റംസ് ഒക്കെയാണ് പൊതുവേ വരുന്നത്. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു പ്രൊഫോം ഇട്ടു. ഈ ഒരു മോഡൽ തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പ്രൊഫോം ഒന്ന് ഇടുക. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ്സ് നോക്കാം. നമ്മളിവിടെ പറയുന്നുണ്ട് ഡ്രാഫ്റ്റ് PBIT കണ്ടുപിടിച്ചത് ഇനി പറയാൻ പോകുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒന്നും കൺസിഡർ ചെയ്യാതെയാണ് ഡ്രാഫ്റ്റ് PBIT കണ്ടുപിടിച്ചതെന്നാണ് ഇവർ പറയുന്നത്. സോ ഏതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് ഇവർ കൺസിഡർ ചെയ്യാത്തതെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. സോ നമ്മൾ വർക്കിങ്സിൽ ഫസ്റ്റ് വർക്കിംഗ് ഇവർ ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ വർക്കിംഗ് ആണ് പറയുന്നത്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്, അതായത് നോൺ കറണ്ട് അസറ്റിൻ്റെതാണ് ഫസ്റ്റ് വർക്കിംഗ് ഇവർ പറയുന്നത്. നമ്മുടെ കയ്യിൽ എന്തൊക്കെ നോൺ കറണ്ട് അസറ്റാണ് ഉള്ളതെന്ന് നമുക്ക് നോക്കാമല്ലോ. നമ്മുടെ കയ്യിലുള്ള നോൺ കറണ്ട് അസറ്റ് നോക്കുവാണെങ്കിൽ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് ഉണ്ട്. ലാൻഡ് ആൻഡ് ബിൽഡിങ്ങും സെപ്പറേറ്റ്ലി ചെയ്യണം. പിന്നെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻ്റ് ഉണ്ട്. ഇതാണ് നമ്മുടെ കയ്യിലുള്ള നോൺ കറണ്ട് അസറ്റ്സ്. ഇതിൻ്റെയൊക്കെ കോസ്റ്റും അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷനും നമുക്ക് തന്നിട്ടുണ്ട്. കോസ്റ്റ് നിന്ന് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർ സ്റ്റാർട്ടിലെ ക്യാരിയിങ് വാല്യൂ ആണ് കിട്ടുക. കോസ്റ്റിൽ നിന്ന് അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇയർ സ്റ്റാർട്ടിലെ ക്യാരിയിങ് വാല്യൂ ആണ് കിട്ടുക. അപ്പം ഈ പറയുന്ന ഫിഗേഴ്സൊക്കെ നമ്മൾ ഈ ഒരു ചോദ്യത്തിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടതാണ്. ഓക്കെ, ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് 200,000 ആണ്. അതിൽ ലാൻഡ് 50,000. നമ്മൾ ഫിഗേഴ്സൊക്കെ തൗസൻഡ്സിലാണ് ചെയ്യുന്നത്. അതൊക്കെ ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് എവിഡൻ്റ് ആയിട്ട് അറിയാം. ബിൽഡിംഗ് അങ്ങനെയാണെങ്കിൽ ബാക്കി 150,000 ആയിരിക്കും. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെ കോസ്റ്റ് 320,000 ആണ്. ലാൻഡിന് ഡിപ്രീസിയേഷൻ ഇല്ല. ബിൽഡിങ്ങിൻ്റെ അക്യൂമുലേറ്റഡ് ഡിപ്രീസിയേഷൻ 90,000 ആണ്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിൻ്റെത് 111,200 ആണ്. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ക്യാരിയിങ് വാല്യൂ കിട്ടും. സം ചെയ്താൽ നമുക്ക് ക്യാരിയിങ് വാല്യൂ കിട്ടും. അപ്പോൾ ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവാം. അപ്പോൾ 1 ജാനുവരി 2005 ഇവർ ലാൻഡും ബിൽഡിങ്ങും കോസ്റ്റിലാണ് കാണിച്ചത്. 1 ജാനുവരി 2005 അതായത് ഇയർ സ്റ്റാർട്ടിൽ അവർ ഇതിനെ റീവാല്യൂ ചെയ്തു. ഫെയർ വാല്യൂലോട്ട് റീവാല്യൂ ചെയ്തു. 1 ജാനുവരി 2005 ഇതിനെ അവർ ഫെയർ വാല്യൂലോട്ട് റീവാല്യൂ ചെയ്തു. റീവാല്യൂ ചെയ്തിട്ട് അത് 250 ആക്കി. അതിൽ 80 ലാൻഡിനാണ്. അപ്പോൾ 250,000 80 ലാൻഡിനാണെങ്കിൽ ബാക്കി എമൗണ്ട് ബിൽഡിങ്ങിനാണ്. ദിസ് മീൻസ് ഇത് കാരണം ഒരു റീവാലുവേഷൻ ഗെയിന് വരുന്നുണ്ട്. റീവാലുവേഷൻ ഗെയിന് വരുന്നുണ്ട്. മൊത്തം റീവാലുവേഷൻ ഗെയിൻ 140,000 ആണ്. റീവാലുവേഷൻ ഗെയിൻ നമ്മൾ OCAയിലാണ് കാണിക്കേണ്ടത്. ഇവിടെ OCA ഇല്ല. അതുകൊണ്ട് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. റീവാലുവേഷൻ സർപ്ലസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. 140,000. അതൊക്കെ കൈയോടെ ചെയ്യണം. എക്സാമിന് ഷോർട്ട് ഫോംസ് പറ്റൂല, പക്ഷേ ഇവിടെ നമുക്ക് വേറെ വഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഷോർട്ട് ഫോംസ് കാണിക്കുകയാണ്. പിന്നെ ബിൽഡിങ്ങിൻ്റെ റിമൈനിങ് യൂസ്ഫുൾ ലൈഫ് 20 ഇയേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് നമ്മൾ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുക. ബിൽഡിംഗ്
20 ഇയേഴ്സിലേക്ക് നമ്മൾ ഡിപ്രീഷിയേറ്റ് ചെയ്യും. ഡിപ്രീഷിയേഷൻ നമ്മൾ SOPL ആണ് കാണിക്കുക. ഡിപ്രീസിയേഷൻ നമ്മൾ SOPL ആണ് കാണിക്കുക. SOPL കാണിച്ചാൽ പ്രോഫിറ്റ് കുറയും. ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ്, ഡിപ്രീസിയേഷൻ ഓഫ് ബിൽഡിംഗ് 8500. ആൻഡ് അത് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസറ്റിൻ്റെ ഇയർ എൻഡിലെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഇയർ എൻഡിലെ ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ഇത് 80,000 തന്നെയാണ്. V12ഉം W12ഉം. അപ്പോൾ നമ്മൾ ഇത് SOFPയിൽ കാണിക്കുക. SOFPയിൽ കാണിച്ചു. ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഉപയോഗിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇവിടെ കുഴപ്പമില്ല. മറ്റേ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷനിൽ ഫുൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യരുത്. റെക്കോർഡ് ഇന്ന് തന്നെ അപ്ലോഡഡ് ആവേണ്ടതാണടാ. ഓക്കെ, തിരിച്ചു വരാം. പിന്നെന്താ പറയുന്നത്, റീവാലുവേഷൻ കാരണം ഡെഫേർഡ് ടാക്സ് വരുന്നുണ്ട്. എത്ര? 20%. റീവാലുവേഷൻ കാരണം ഡെഫേർഡ് ടാക്സ് വരുന്നുണ്ട്. എത്രയാണ്? 20% ആണ്. സോ ആ ഒരു എമൗണ്ട് നമ്മൾ റീവാലുവേഷൻ സർപ്ലസ് എന്ന് മൈനസ് ചെയ്യണം. ഇതിൻ്റെ 20%. എന്നിട്ട് ഡെഫേർഡ് ടാക്സിൻ്റെ ഓപ്പണിംഗ് ബാലൻസിൻ്റെ കൂടെ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യും. ഇതുകൂടാതെ നമ്മളെടുത്ത് പറയുകയാണ് സ്പിൻസ് കമ്പനിക്ക് എന്തുണ്ട്? ഈ എക്സ്ട്രാ ഡിപ്രീസിയേഷനെ റീറ്റെയിൻഡ് ഏർണിങ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. സോ റീവാലുവേഷന് മുമ്പേ ബിൽഡിങ്ങിൻ്റെ ഡിപ്രീസിയേഷൻ 50, ബിൽഡിങ്ങിൻ്റെ യൂസ്ഫുൾ ലൈഫ് 50 ഇയേഴ്സ് ആണ്. അപ്പോൾ എക്സ്ട്രാ ഡിപ്രീസിയേഷൻ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾഡ് ഡിപ്രീസിയേഷനും ന്യൂ ഡിപ്രീസിയേഷനും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കണം. ഓൾഡ് ഡിപ്രീസിയേഷൻ കാണുക ബിൽഡിങ്ങിൻ്റെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 50 ഇയേഴ്സ് ആണ്. ന്യൂ ഡിപ്രീസിയേഷൻ കാണുന്നത്, ന്യൂ ഡിപ്രീസിയേഷൻ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 8500 ആണ്. ന്യൂ ഡിപ്രീസിയേഷൻ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 8500 ആണ്. അപ്പോൾ എക്സ്ട്രാ ഡിപ്രീസിയേഷൻ വരുന്നത് എത്രയാണ്? എക്സ്ട്രാ ഡിപ്രീസിയേഷൻ വരുന്നത് 8500 മൈനസ് 3000 ആണ്. 5500 ആണ്. ഈ എക്സ്ട്രാ ഡിപ്രീസിയേഷൻ നമ്മൾ റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് റീറ്റെയിൻഡ് ഏർണിങ്സിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഇത് ഓർമ്മയില്ലേടാ? ഈ 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് അറിയാലോ. അപ്പോൾ അതോടുകൂടി ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയി. ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണേ. റെഡി അല്ലേ? ഓക്കെ അല്ലേ? സംഭവം ഓക്കെ അല്ലേ? ഒന്നാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ അല്ലേടാ? ഓക്കെ, കംപ്ലീറ്റ് ആയിട്ടില്ല. സോറി. ഈ പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്തിട്ടില്ല. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് 15% റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ്. പ്ലാന്റ് ആൻഡ് എക്യുപ്മെൻറ്റിനെ ഡിപ്രീഷിയേറ്റ് ചെയ്യുന്നത് 15% റെഡ്യൂസിങ് ബാലൻസ് മെത്തേഡിലാണ്. സോ ക്യാരിയിങ് വാല്യൂയുടെ മുകളിൽ ഡിപ്രീസിയേഷൻ കാണിക്കും. ഡിപ്രീസിയേഷൻ എവിടെ കാണിക്കണം? SOPL കാണിക്കണം. അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് SOFPയിൽ കാണിക്കണം. AA9 AA10. ഡിപ്രീസിയേഷൻ SOPL കാണിച്ചു. അസറ്റിൻ്റെ ക്ലോസിംഗ് ബാലൻസ് SOFPയിൽ കാണിച്ചു. അപ്പോൾ ആ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ രണ്ടാമത്തെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. സെക്കൻഡ് അഡ്ജസ്റ്റ്മെൻറ്റിൽ അത് ഇൻവെൻട്രിയുടെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പക്ഷേ ഇത് ഫോറിൻ ട്രാൻസാക്ഷൻ ആണ്. ഇതൊരു ഫോറിൻ ട്രാൻസാക്ഷൻ ആണ്.
ഫോറിൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ IAS 21 അപ്ലൈ ചെയ്യണം. നമ്മളൊരു ട്രാൻസാക്ഷൻ ഫോറിൻ കറൻസിയിലാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മുടെ കറൻസിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് മാത്രമേ നമുക്കത് ബുക്സിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളത് കൺവേർട്ട് ചെയ്യേണ്ട റൂൾ എന്താണ്? ട്രാൻസാക്ഷൻ നടന്ന പാടെ നമ്മളത് കൺവേർട്ട് ചെയ്യുക അന്നത്തെ റേറ്റിലാണ്. പിന്നീട് ക്യാഷ് സെറ്റിൽമെൻറ്റ് നടക്കുമ്പോൾ നമ്മളത് കൺവേർട്ട് ചെയ്യുക ക്യാഷ് സെറ്റിൽമെൻറ്റ് നടക്കുന്ന അന്നത്തെ റേറ്റിലാണ്. ഏറ്റവും അവസാനം ഇയർ എൻഡിലൊരു ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ ആ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ കൺവേർട്ട് ചെയ്യുക ക്ലോസിംഗ് റേറ്റിലാണ്. സോ നമ്മളടുത്ത് പറയുകയാണെ 31st October 2005 സ്പിൻസ് കമ്പനി എന്ത് ചെയ്തു? ഓവർസീസ് സപ്ലയറുടെ കയ്യിൽ നിന്ന് കടത്തിന് കുറച്ച് ഗുഡ്സ് വാങ്ങിച്ചു. 40 million ദിനാർസിനാണ് വാങ്ങിച്ചത്. 40 million ദിനാർസിനാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഡബിൾ എൻട്രി എന്താണ്? ഗുഡ്സ് വാങ്ങിച്ചാൽ ഡബിൾ എൻട്രി എന്താണ്? ഡെബിറ്റ് പർച്ചേസ്, ക്രെഡിറ്റ് പേയബിൾസ്. ഇതാണ് ഡബിൾ എൻട്രി അല്ലേ? ഇത് 40 million ദിനാർസിനാണ് വാങ്ങിച്ചത്, കടത്തിനാണ് വാങ്ങിച്ചത്. പേയ്മെൻറ്റ് എപ്പോഴാണ് കൊടുക്കുന്നത്? അടുത്ത വർഷമാണ് കൊടുക്കുന്നത്. സ്പിൻസ് കമ്പനി പർച്ചേസ് കറക്റ്റ്ലി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനുശേഷമുള്ള എൻട്രീസ് ഒന്നും പ്രോപ്പറായിട്ട് കാണിച്ചിട്ടില്ല. അപ്പോൾ ഈ പർച്ചേസ് ഓൾറെഡി എന്താണ്? റെക്കോർഡഡ് ആണ്. എന്നാൽ പേയബിൾസോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളോ എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല. പർച്ചേസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, എന്നാൽ നോ ഫർദർ എൻട്രീസ് ഹാവ് ബീൻ മെയ്ഡ് അറ്റ് ദി ഇയർ എൻഡ്. ഇയർ എൻഡ് എൻട്രീസ് എന്ത് ചെയ്തിട്ടില്ല? റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു ഫോറിൻ ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിൽ, ഒരു ഫോറിൻ കറൻസിയിലുള്ളൊരു ട്രാൻസാക്ഷൻ നടത്തുവാണെങ്കിൽ ആദ്യം ആ ട്രാൻസാക്ഷൻ നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ഫോറിൻ കറൻസിയിലാണ്. പിന്നീട് ക്യാഷ് സെറ്റിൽമെൻറ്റ് നടക്കുകയാണെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ക്യാഷ് സെറ്റിൽമെൻറ്റ് നടക്കുന്ന അന്നത്തെ റേറ്റിലാണ്. ഏറ്റവും അവസാനം ഇയർ എൻഡിൽ ക്ലോസിംഗ് ബാലൻസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്യേണ്ടത് ക്ലോസിംഗ് റേറ്റിലാണ്. അപ്പോൾ ഡേറ്റ്, പെർട്ടിക്കുലേഴ്സ്. ഇത് ദിനാറിലാണ് നടന്നത്, അതിനെ നമ്മൾ എന്തിലേക്ക് മാറ്റണം? ഡോളറിലേക്ക് മാറ്റണം. ദിനാറിൽ നടന്നൊരു ട്രാൻസാക്ഷനാണ്, അതിനെ നമ്മൾ ഡോളറിലേക്ക് മാറ്റണം. ട്രാൻസാക്ഷൻ നടക്കുന്നത് 31st October അന്ന് നമ്മൾ സാധനം വാങ്ങിച്ചു. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ടേബിൾ വരയ്ക്കുന്നത് പേയബിൾസിന് വേണ്ടിയിട്ടാണ്. മോണിറ്ററി ഐറ്റമായ പേയബിൾസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ടേബിൾ വരയ്ക്കുന്നത്. പേയബിൾസിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് 40,000 ആണ്. 31st October റേറ്റ് 4 ആണ്. 31st October റേറ്റ് 4. പിന്നീട് ക്യാഷ് സെറ്റിൽമെൻറ്റ് നടക്കുന്നില്ല, അതുകൊണ്ട് അത് കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണെങ്കിൽ ഇയർ എൻഡിൽ ക്ലോസിംഗ് ബാലൻസ് കണ്ടുപിടിക്കണം. ക്യാഷ് സെറ്റിൽമെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൈനസ് ചെയ്യണം. അത് കൺവേർട്ട് ചെയ്യേണ്ടത് അന്നത്തെ റേറ്റിലാണ്, ക്യാഷ് സെറ്റിൽമെൻറ്റ് നടക്കുന്ന റേറ്റിലാണ്. പക്ഷേ ഇതവിടെ സംഭവിക്കുന്നില്ല. ക്ലോസിംഗ് ബാലൻസും 40,000 ആണ്. അത് നമ്മൾ കൺവേർട്ട് ചെയ്യുക ഇയർ എൻഡിലെ റേറ്റിലാണ്. ഇയർ എൻഡിലെ റേറ്റ് എത്രയാണ്? 5 ആണ്. ഇത് ഡിവൈഡ് ആണോ മൾട്ടിപ്ലൈ ആണോ ചെയ്യാന്നുള്ള കാര്യം നമ്മൾ നോക്കുക. ബേസ് കറൻസി ഇവിടെ ഡോളറാണ്. 1 എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത്. 1 എക്സ്പ്രസ് ചെയ്ത കറൻസിക്കാണ് നമ്മൾ ബേസ് കറൻസി എന്ന് പറയുന്നത്. കൺവേർട്ട് ചെയ്യാൻ പോകുന്ന കറൻസി ദിനാറാണ്. രണ്ടും ഡിഫറൻ്റ് ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. ബേസ് കറൻസി ഡോളറാണ്, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന കറൻസി ദിനാറാണ്. രണ്ടും ഡിഫറൻ്റ് ആയതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ആണ് ചെയ്യുക. സോ ഓപ്പണിംഗ് ബാലൻസ് 10,000 ആണ്. ഈ 10,000 ആണ് ഇവർ പർച്ചേസ് ആയിട്ടും പേബിൾസ് ആയിട്ടും കാണിച്ചത്. 10,000 ആണ് ഇവർ പേബിൾസ് ആയിട്ടും പർച്ചേസ് ആയിട്ടും കാണിച്ചത്. കാരണം ഇനീഷ്യൽ റെക്കഗ്നിഷൻ മാത്രമേ ഇവർ റെക്കോർഡ് ചെയ്തിട്ടുള്ളൂ. ഇയർ എൻഡ് ആകുമ്പോൾ ഉള്ള എൻട്രീസ് ഒന്നും കാണിച്ചിട്ടില്ല എന്ന് ഈ ഒരു പാരഗ്രാഫിൽ പറയുന്നുണ്ട്. ആദ്യത്തേത് ഓക്കെ അല്ലേ? ബേസ് കറൻസി ഇവിടെ ഡോളറാണ്, കൺവേർട്ട് ചെയ്യാൻ പോകുന്ന കറൻസി ദിനാറാണ്. ഡോളറും ദിനാറും രണ്ടും വേറെ വേറെയാണ്, അപ്പം ഡിവൈഡ് ചെയ്യുക. ഇനി ഇവിടെ ഡോളർ വന്നു, ഇവിടെയും ഡോളർ വന്നു, അപ്പോൾ രണ്ടും സെയിം, അപ്പം മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. സോ ഈ ക്വസ്റ്റ്യനിൽ നമ്മളെടുത്ത് സ്പിൻസ് കമ്പനി എന്താണ് പർച്ചേസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇയർ എൻഡിലെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ 10,000 മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ലോസ് വന്നിട്ടുണ്ട്. എത്രയാണ് ലോസ്? 2,000 ലോസ് വന്നിട്ടുണ്ട്. അതവിടെ കാണിക്കണം, SOPL കാണിക്കണം. ആൻഡ് ക്ലോസിംഗ് ബാലൻസിൽ 8,000 ആണ് കാണിക്കേണ്ടത്.
പേബിൾസ് എത്രയാണ് കാണിക്കേണ്ടത്? 8,000 ആണ് കാണിക്കേണ്ടത്. ലോസ് ഓൺ ട്രാൻസ്ലേഷൻ എത്ര വന്നിട്ടുണ്ട്? 2,000 വന്നിട്ടുണ്ട്. ആൻഡ് ക്ലോസിംഗ് ബാലൻസ്, ലോസ് അല്ല, 8 മിനിറ്റ്, ഗെയിനാണ്. ഇതെന്തുകൊണ്ടാണ് ഗെയിനായത്? ഗെയിനാണ്. എന്തുകൊണ്ടാണ് ഗെയിനായത്? നമ്മളിവിടെ റെക്കോർഡ് ചെയ്യുന്നത് പേബിൾസ് ആണ്. 10,000 ഉണ്ടായ പേബിൾസ് ഇയർ ഉണ്ടാകുമ്പോഴേക്ക് എത്രയായി? 8,000 ആയി. 10,000 ഉണ്ടായ പേബിൾസ് ഇയർ ഉണ്ടാകുമ്പോഴേക്ക് എത്രയായി? 8,000 ആയി. സോ പേബിൾസ് അഥവാ ലാബിലിറ്റി കുറഞ്ഞു. ലാബിലിറ്റി കുറഞ്ഞാൽ അതെന്താണ്? ഗെയിനാണ്. ആൻഡ് ഇവർ പേബിൾസ് കാണിച്ചത് 10,000 അല്ലേ? ഇവർ പേബിൾസ് കാണിച്ചത് 10,000 ആണ്. പക്ഷേ ശരിക്കും പേബിൾസ് എത്രയേ വരാൻ പറ്റുള്ളൂ? 8,000 എത്രയേ വരാൻ പറ്റുള്ളൂ. സോ പേബിൾസ് എത്ര കുറക്കണം? 2,000 കുറക്കണം. സോ ഞാൻ SOFPയിൽ കറൻറ്റ് ലാബിലിറ്റിയിൽ പേബിൾസ് എത്രയാണോ ഉള്ളത്, എത്ര പേബിൾസ് ഉള്ളത്? ട്രേഡ് ആൻഡ് അതർ പേബിൾസ് 7,500 ആണുള്ളത്. ട്രേഡ് ആൻഡ് അതർ പേബിൾസ് എത്രയുള്ളത്? 7,500 ആണുള്ളത്. ആ 7,500 നിന്ന് 2,000 കുറക്കണം. ഇതൊരു ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങളിത് രണ്ട് രീതിയിൽ, അതായത് ചില ആൾക്കാർ ഇത് മൊത്തം കറക്റ്റ് ഇതുപോലെ ചെയ്യും, ഗുഡ്. ചില ആൾക്കാർ ഇത് പകുതി ചെയ്യും, അറിയുന്നത് പോലെ ചെയ്യും, അപ്പോൾ അവർക്ക് പകുതി മാർക്ക് കിട്ടും. ഇനി നിങ്ങളിതൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്കോ 1.5 മാർക്കോ മാത്രമേ നഷ്ടപ്പെടുകയുള്ളൂ. അപ്പോൾ ഈ അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് സ്കിപ്പ് ചെയ്താൽ തന്നെ എന്തില്ല, വലിയ പ്രശ്നം വരുന്നില്ല. ഇഗ്നോർ. കാരണം ഒരു സിംഗിൾ യൂണിറ്റി ക്വസ്റ്റ്യനിൽ 5 or 6 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഉണ്ടാവും. അതിലൊരു 4 അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. 1 or 2 അഡ്ജസ്റ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് അറിയണ്ടാവില്ല, അല്ലെങ്കിൽ തെറ്റും. അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ അൾട്ടിമേറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ സിംഗിൾ യൂണിറ്റി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ടാലി ആവാൻ പോകുന്നില്ല. അത് വിചാരിച്ച് നിങ്ങൾ നിൽക്കണ്ട. ടാലി ആവില്ല. ടാലി ആയില്ലെങ്കിലും കുഴപ്പമില്ല. 20 15 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. 15 പോരെ, 20 15 പോരെ. റാങ്ക് അടിക്കുന്ന ആൾക്കാർക്ക് 20 വേണം, അത് വേറെ കേസ്. ബട്ട് ഞാനൊരു ആവറേജ് സ്റ്റുഡൻറ്റ് കേസ് പറയുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ടാലി ആവില്ല. 6 അഡ്ജസ്റ്റ്മെൻറ്റിൽ 1 or 2 അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടാവും. അതൊക്കെ നിങ്ങൾ തെറ്റിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ടാലി ആവില്ല. നിങ്ങൾ എക്സാമിന് സ്റ്റേറ്റ്മെൻറ്റ് ടാലി ആക്കാൻ നോക്കണ്ട, അതിന് പോകണ്ട, ടാലി ആവില്ല. ഇഗ്നോർ. അല്ലേ? 40 മിനിറ്റ് കൊണ്ട് എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും ചെയ്ത് ഇത് കംപ്ലീറ്റ് ആക്കാനാണ് നിങ്ങൾ നോക്കേണ്ടത്. സോ ഏതെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങളത് നിങ്ങൾക്ക് അറിയുന്നത് പോലെ എന്ത് ചെയ്യുക? എഴുതുക. അറിയുന്നത് പോലെ എഴുതിയാൽ മതി, അറിയാത്തത് എഴുതണ്ട. ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ അല്ലേ? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓക്കെ അല്ലേ? എന്നാൽ പിന്നെ അടുത്ത അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് പോവുകയാണ്. 1 and 2 കഴിഞ്ഞു. മൂന്നാമത്തത് ലോൺ നോട്ടിൻ്റെ ഇൻട്രസ്റ്റ് ആണ്. മൂന്നാമത്തത് എന്താണ്? ലോൺ നോട്ടിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അവിടെ എനിക്ക് ഉറക്കം വരുന്നുണ്ടെന്നാണോ നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെന്നാണോ? ഹഫീദേ, എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ഞാൻ നിങ്ങൾ ആലോചിച്ചിട്ട് എന്ത് ചെയ്യാണ്? ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുഞ്ഞുമക്കളല്ലേ, എൻ്റെ ജൂനിയേഴ്സ് അല്ലേ, ഇവർക്ക് മറ്റന്നാൾ FR എക്സാം ഉണ്ട്. അപ്പോൾ കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഉറക്കം വെച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ എക്സാം ഇല്ലാത്ത ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ലാത്ത ഞാൻ ഉറക്കം വെച്ചിട്ട് ഞാനിവിടെ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറക്കം വന്നാലേ നിങ്ങൾ എന്ത് ചെയ്യണം? കണ്ണിക്കുത്ത്. ഉറക്കം വന്നാൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി കണ്ണിക്കുത്താൻ, കണ്ണിൽ നല്ലോണം കുത്താൻ, ഇങ്ങനെ കുത്തിക്കോ നല്ലോണം. അന്നേരം കണ്ണിൽ നിന്ന് വെള്ളം വരും, അന്നേരം ഉറക്കം പോയിക്കോളും. അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചെയ്തിട്ട് നിങ്ങൾ ഉറക്കം പോയിപ്പിച്ചോ. കാരണം മറ്റന്നാൾ പരീക്ഷയാണ്.
ഒന്ന് ഇങ്ങനെ എന്തെങ്കിലും കിട്ടുന്ന സംഭവങ്ങളൊക്കെ ഇങ്ങനെ കിട്ടി പോയിട്ട് ലാസ്റ്റ് 50 ആവണ്ടേ നമുക്ക് ഹഫീദേ. അപ്പോൾ എന്താണ് ഇവർ ലോണിൻ്റെ കേസ് എന്താണ് പറഞ്ഞത്? ഈ ലോണിൻ്റെ ഇൻട്രസ്റ്റ് അവർ 6 മാസം കൂടുമ്പോഴാണ് പേ ചെയ്യുന്നത്. ആൻഡ് അടുത്ത ഇൻട്രസ്റ്റ് 1 ജാനുവരി 2006 മാത്രമേ ഡ്യൂ ആവുന്നുള്ളൂ. അപ്പോൾ 6 മാസം കൂടുമ്പോഴാണ് ഇൻട്രസ്റ്റ് പേ ചെയ്യുന്നത്. ആദ്യത്തെ 6 മാസത്തെ ഇൻട്രസ്റ്റ് ഓൾറെഡി പേ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ 6 മാസത്തെ ഇൻട്രസ്റ്റ് അടുത്ത വർഷം മാത്രമേ എന്താവുള്ളൂ, ഡ്യൂ ആവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇവർ ഫസ്റ്റ് 6 മാസത്തെ ഇൻട്രസ്റ്റ് മാത്രമേ പ്രോഫിറ്റിൽ കാണിച്ചിട്ടുള്ളൂ. നമുക്കറിയാം നമ്മൾ ഫോളോ ചെയ്യുന്നത് എക്രൂവൽ കൺസെപ്റ്റാണ്. ഇൻട്രസ്റ്റ് കൊടുത്താലും ഇല്ലെങ്കിലും അടുത്ത 6 മാസത്തെ ഇൻട്രസ്റ്റും കൂടി നമ്മൾ SOPയിൽ കാണിക്കേണ്ടതാണ്. അപ്പോൾ എത്രയാണ് ഔട്ട്സ്റ്റാൻഡിങ് ഇൻട്രസ്റ്റ്? 7% ആണ് ലോൺ എമൗണ്ട്. 7% ആണ് ലോൺ എമൗണ്ട് ഇൻറ്റു എത്രയാണ്? 7% ആണ് കൂപ്പൺ റേറ്റ് ഇൻറ്റു ലോൺ എമൗണ്ട് എത്രയാണ്? 30,000 ആണ്. 30,000 ആണ് ഇൻറ്റു 6/12. അപ്പോൾ 6 മാസത്തെ ഇൻട്രസ്റ്റ് മാത്രമേ ഇവർ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ റിമൈനിങ് 6 മാസത്തെ ഇൻട്രസ്റ്റും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം. 1050 ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഫിറ്റ് കുറയും. അതുകൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്. അതുതന്നെ ഫാത്തിമ, കാൽക്കുലേഷൻ റോങ് ആയാലും സ്റ്റെപ്പ് മാർക്സ് കിട്ടും. എന്തായാലും നിങ്ങൾക്ക് സ്റ്റെപ്പ് മാർക്സ് കിട്ടും. ഓക്കെ അല്ലേ? ആൻഡ് ഈ 1050 പേ ചെയ്യാത്തത് കൊണ്ട് അതിനെ നിങ്ങൾ എന്തായിട്ട് കാണിക്കുക? കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ അത് ആ അഡ്ജസ്റ്റ്മെൻറ്റ് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അടുത്തത് ടാക്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ടാക്സ് നമ്മളടുത്ത് പറയാണ് ഈ വർഷത്തെ പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ്, ഈ വർഷത്തെ കറണ്ട് ടാക്സ് എന്ന് പറയുന്നത് 30,000 ആണ്. കറണ്ട് ടാക്സ് നമ്മൾ SOFPയിൽ കറന്റ് ലയബിലിറ്റിയുടെ അണ്ടറിൽ കാണിക്കണം എന്നാണ്. പിന്നെ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ളത് അണ്ടർ ഓർ ഓവർ പ്രൊവിഷനാണ്. ട്രയൽ ബാലൻസിലുള്ളത് അണ്ടർ ഓർ ഓവർ പ്രൊവിഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ട്രയൽ ബാലൻസിൽ കറണ്ട് ടാക്സ് ഡെബിറ്റ് ഉണ്ട്. ട്രയൽ ബാലൻസിൽ കറണ്ട് ടാക്സ് ഡെബിറ്റ് ഉണ്ടെങ്കിൽ അത് അണ്ടർ പ്രൊവിഷനാണ്. അണ്ടർ പ്രൊവിഷൻ നമ്മൾ ആഡാണ് ചെയ്യാറ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടാക്സ് എക്സ്പെൻസ് കിട്ടും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടാക്സ് എക്സ്പെൻസ് കിട്ടും. ടാക്സ് എക്സ്പെൻസ് ടു ബി റെക്കോർഡഡ് ഇൻ ദി SOPയിൽ കിട്ടും 32,500. ടാക്സ് എക്സ്പെൻസ് കിട്ടി. ആൻഡ് കറണ്ട് ടാക്സ് SOFPയിൽ എന്തായിട്ട് കാണിക്കണം? കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. 30,000. കറണ്ട് ടാക്സ് 30,000 SOFPയിൽ എന്തായിട്ട് കാണിക്കണം? കറന്റ് ലയബിലിറ്റി ആയിട്ട് കാണിക്കണം. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി അവസാനത്തത് റൈറ്റ് ഇഷ്യൂൻ്റെതാണ്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ മൂവ്മെൻറ്റ് ബ്രീറ ഇല്ല. ഈ ക്വസ്റ്റ്യനിൽ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റിയുടെ മൂവ്മെൻറ്റ് ഇല്ല. അതുകൊണ്ടാണ് കാണിക്കാതിരുന്നത്. ഇല്ല, ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും അവർ. അവസാനത്തെ അഡ്ജസ്റ്റ്മെൻറ്റ് ഷെയർ ഇഷ്യൂ ആണ്. ഷെയർ ഇഷ്യൂ 1 സെപ്റ്റംബർ 2005 അവർ 1:5 റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. 1 സെപ്റ്റംബർ 2005 അവർ 1:5 റൈറ്റ് ഇഷ്യൂ നടത്തിയിട്ടുണ്ട്. 1.25 ആണ് റൈറ്റ് ഇഷ്യൂ. അവർ കറക്റ്റ്ലി അക്കൗണ്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഷെയർസ് ട്രയൽ ബാലൻസിൽ ഇൻക്ലൂഡഡ് ആണ് അല്ലേ? അപ്പം ഇവർ ഏത് പ്രപ്പോർഷനിലാണ് റൈറ്റ് ഇഷ്യൂ നടത്തിയത്? 1:5 നടത്തിയത്.
എത്രയാണ് റൈറ്റ്സ് പ്രൈസ്? 1.25 ആണ്. റൈറ്റ്സ് പ്രൈസ് എന്ന് പറയുന്നത് 1.25 പെർ ഷെയർ ആണ്. ആൻഡ് ഇത് അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇവർ ഈ റൈറ്റ് ഇഷ്യൂ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. റീവാലുവേഷൻ്റെ ഡെഫേർഡ് ടാക്സ് ഒക്കെ ഓൾറെഡി അവർ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും. നല്ലൊരു ചോദ്യമാണ്. റീവാലുവേഷൻ ഡെഫേർഡ് ടാക്സ് ശിവരാജ് അവർ ഓൾറെഡി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവർ അതിനെക്കുറിച്ചിട്ട് പറയേണ്ടതാണ്. കാരണം ഇവിടെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതിൽ പറയുന്ന കാര്യങ്ങൾ മാത്രമാണ് കാണിക്കാതിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. വിച്ച് മീൻസ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ടാവും? റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, തിരിച്ചു വരാം. ഈ റൈറ്റ് ഇഷ്യൂ അവർ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കണേ, ഇത് വളരെ ഒരു ട്വിസ്റ്റുള്ളൊരു സംഭവമാണ്. ഷെയർ ക്യാപിറ്റൽ 120,000 ആണ്. ഇത് ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കുമോ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കുമോ? ഈ ഷെയർ ക്യാപിറ്റൽ 120,000 എന്നുള്ളത് ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കുമോ അതോ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കുമോ? ഷെയർ ക്യാപിറ്റൽ 120,000 ആണ്. ഷെയർസിൻ്റെ നോമിനൽ വാല്യൂ അത് $1 ആണ്, 1 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഷെയർസ് എത്രയാണ്? ഷെയർ ക്യാപിറ്റൽ ഡിവൈഡഡ് ബൈ നോമിനൽ വാല്യൂ ചെയ്താലാണ് നമ്പർ ഓഫ് ഷെയർസ് കിട്ടുക. എൻ്റെ ചോദ്യം, ഈ ഷെയർ ക്യാപിറ്റൽ ഓപ്പണിംഗ് ആണോ ക്ലോസിംഗ് ആണോ? റൈറ്റ് ഇഷ്യൂ ഓൾറെഡി റെക്കോർഡ് ചെയ്തത് കൊണ്ട് ഇത് ക്ലോസിംഗ് ഷെയർ ക്യാപിറ്റലാണ്, ഇത് ക്ലോസിംഗ് ബാലൻസ് ആണ്. റൈറ്റ് ഇഷ്യൂ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, വിച്ച് മീൻസ് ഈ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയവും ക്ലോസിംഗ് ആണ്. ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയം എന്താണ്? ക്ലോസിംഗ് ആണ്. ഈ 120യും ഇതും രണ്ടും ക്ലോസിംഗ് ആണ്, ഓപ്പണിംഗ് അല്ല. ഓപ്പണിംഗ് നമ്മൾ കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. ഓപ്പണിംഗ് ബാലൻസ് നമ്മൾ കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? ഈ ക്ലോസിംഗ് ബാലൻസിൽ നിന്ന് റൈറ്റ് ഇഷ്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? റൈറ്റ് ഇഷ്യൂ ഷെയർസ് അതന്നെ 120,000 ഇൻറ്റു 1/6 ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ ഷെയർസ് കിട്ടും. ഓപ്പണിംഗ് ബാലൻസ് എന്നാണ് റൈറ്റ് ഇഷ്യൂ കാണുന്നതെങ്കിൽ ഇൻറ്റു 1/5 ചെയ്യുക. ക്ലോസിംഗ് ബാലൻസ് എന്ന് കാണുന്ന സമയത്ത് ഇൻറ്റു 1/6 ചെയ്യുക. ഇതാണ് റൈറ്റ് ഇഷ്യൂ ഷെയർസ്. ആൻഡ് എത്രയാണ് റൈറ്റ്സ് പ്രൈസ്? 1.25 അല്ലേ? അങ്ങനെയാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ എത്ര എമൗണ്ട് ആണ് നമ്മൾ കാണിക്കുക? റൈറ്റ് ഇഷ്യൂ പ്രകാരം ഷെയർ ക്യാപിറ്റൽ എത്ര വരും? 20,000 ഇൻറ്റു 1 വരും. ഷെയർ പ്രീമിയത്തിൽ എത്ര വരും? 20,000 ഇൻറ്റു ബാക്കി 0.25 വരും. അപ്പോൾ ഷെയർ ക്യാപിറ്റലിൽ റൈറ്റ് ഇഷ്യൂ പ്രകാരം 20,000ഉം ഷെയർ പ്രീമിയത്തിൽ 5,000ഉം ആണ് വരുന്നത്. ഇവിടെ 20,000ഉം ഇവിടെ 5,000ഉം ആണ് വരുന്നത്. അപ്പം ഓപ്പണിംഗ് ബാലൻസ് ബാലൻസിങ് ഫിഗർ ആണ്. ഓപ്പണിംഗ് ബാലൻസ് 100,000ഉം ഷെയർ പ്രീമിയത്തിന് ഓപ്പണിംഗ് ബാലൻസ് 0 ആവും. ഓക്കെ ആണോ അത്? ഈ എക്സൽ എനിക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ കഴിയില്ല. ഇത് എനിക്ക് പ്രിൻ്റ് അടിച്ചിട്ട് തരാൻ പറ്റും. ഇത് എക്സലായിട്ട് കിട്ടൂല മോളെ ആരാണ്? ഓക്കെ, ആ സംഭവം ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് കാണുക. ഇതാണ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ്. ആൻഡ് അഡ്ജസ്റ്റഡ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നമ്മൾ റീറ്റെയിൻ ഏർണിങ്സിൻ്റെ കൂടിയാണ് ആഡ് ചെയ്യുക. എന്നിട്ട് ഇതൊക്കെ കൂടി ടോട്ടൽ ചെയ്യുക. ഇപ്പം നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കിട്ടി. ഇനി ഈ ക്ലോസിംഗ് ബാലൻസുകൾ SOFPയിൽ കാണിക്കുക. ഷെയർ ക്യാപിറ്റൽ 120,000. അത് ചെയ്തു തരാം മോനെ. പ്രിൻ്റ് ചെയ്യുന്നത് പോലെ സേവ് ചെയ്ത് തരാം. എക്സലായിട്ട് കിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ നമ്മൾ SOFPയിൽ കാണിച്ചു.
ഓക്കെ അല്ലേ? അതായത് ഷെയർ ക്യാപിറ്റലിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 120,000, നമ്പർ ഓഫ് ഷെയർസിൻ്റെ ക്ലോസിംഗ് ബാലൻസ് ആണ് 120,000. അതിൽ നിന്ന് റൈറ്റ് ഇഷ്യൂ നമ്മൾ കണ്ടുപിടിക്കുക, ഇൻറ്റു 1/5 അല്ല 1/6 ആണ്. അപ്പോൾ റൈറ്റ് ഇഷ്യൂ ഷെയർസ് 20,000 കിട്ടി. റൈറ്റ് ഇഷ്യൂ പ്രകാരം നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് 20,000 ആണ്. ഷെയർ ക്യാപിറ്റൽ നമ്മൾ കാണിക്കുക 20,000 into 1 നോമിനൽ വാല്യൂ ആണ്. റൈറ്റ്സ് പ്രൈസ് 1.25 ആണ്. സോ എക്സ്ട്രാ എമൗണ്ട് 0.25 ആണ്. 20,000 into 0.25 എന്ന് പറയുമ്പോൾ 5,000 കിട്ടും. ഇതാണ് റൈറ്റ് ഇഷ്യൂ നടത്തിയപ്പം ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയത്തിലും വന്നത്. അപ്പോൾ ഷെയർ ക്യാപിറ്റലും ഷെയർ പ്രീമിയത്തിലും റൈറ്റ് ഇഷ്യൂ നടന്നപ്പോൾ ഇതാണ് എമൗണ്ട് വന്നത്. സോ 120,000-ൽ 20,000 റൈറ്റ് ഇഷ്യൂ പ്രകാരം വന്നതാണെങ്കിൽ ബാക്കി 100,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. ഓക്കെ അല്ലേ? ഈ ഫുൾ സ്ക്രീനൊക്കെ എങ്ങനെ കാണിക്കുക എന്നുള്ളത് എനിക്കറിയില്ല നമ്മളെ, ഇങ്ങനെയേ കാണിക്കാൻ കഴിയുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തോ, സ്ക്രീൻഷോട്ട് എടുത്തിട്ട്. പക്ഷെ ഞാൻ ഈ സാധനം അയച്ചു തരും. ഇത് എക്സൽ ആയിട്ട് ഉണ്ടാവില്ല, PDF ആയിട്ട് ഉണ്ടാവും എന്ന് മാത്രം. ഓക്കെ, എല്ലാം ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള സംഭവങ്ങൾ കാണിക്കാമെന്നാണ്. അല്ല, ഇത് ഇങ്ങനെ അയക്കാൻ വേറൊരു ചൊറ. ഓക്കെ, ഇനി ബാക്കി എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത്? ബാക്കിയുള്ളതൊക്കെ നമ്മളിവിടെ കാണിക്കുക. കറണ്ട് അസറ്റിൽ എന്തുണ്ട്? കറണ്ട് അസറ്റിൽ ഇൻവെൻട്രി ഉണ്ട്, ഐറ്റംസ് ഒക്കെ ആയി. ഇനി എല്ലാം ഫൈനൽ ബാലൻസുകൾ കാണിക്കലാണ്. ഈ നിങ്ങൾ ഇൻവെൻട്രി ഇവിടെ കാണിക്കുന്നതിനടക്കം മാർക്ക് ഉണ്ട് കേട്ടോ. അപ്പോൾ ട്രയൽ ബാലൻസിൽ എല്ലാ ഐറ്റംസും സ്റ്റേറ്റ്മെൻറ്റിലേക്ക് മാറ്റാൻ വേണ്ടി മറന്നു പോകരുത്. ഇപ്പോൾ ഇൻവെൻട്രി ജസ്റ്റ് കോപ്പി പേസ്റ്റ് അല്ലേ, അത് കാണിക്കാൻ വേണ്ടി 1/2 മാർക്ക് മുതൽ 1 മാർക്ക് വരെ ഉണ്ട്. സോ ഒരു കാരണവശാലും നിങ്ങൾ ഐറ്റംസ് മിസ്സാവരുത്. റിസീവബിൾസ് ഇതൊക്കെ ഡയറക്റ്റ്ലി കോപ്പി പേസ്റ്റ് ആണ്. 130,000 ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആയതുകൊണ്ട് അതിവിടെ കാണിക്കുന്നില്ല. അത് നമ്മൾ ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ബാങ്കിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുന്നത്. സോ അത് അസറ്റ് സൈഡിലല്ല കാണിക്കുക, ലയബിലിറ്റി സൈഡാണ് കാണിക്കുക. നോൺ കറണ്ട് ലയബിലിറ്റിയിൽ ലോൺ ഉണ്ട്. ലോൺ നേരത്തെ കണ്ടല്ലോ നമ്മൾ, 30,000 ആണ് എമൗണ്ട്. കറണ്ട് ലയബിലിറ്റിയിൽ ഒരു ഐറ്റം കൂടി വരും, ബാങ്ക് അല്ലേ? ബാങ്ക് എത്രയാണ്? 16,200. ഇത് ഇനി ടോട്ടൽ ചെയ്യാം. ഇത് ടോട്ടൽ ചെയ്യുന്ന സമയത്ത് ഈ സാധനത്തിനൊരു ഈക്വൽ ടു ഇട്ടെടുക്കാൻ മറന്നുപോയി. ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. മിസ്സായി പോയതാണ്. നമ്മൾ ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റി, അതായത് നമ്മൾ എന്താണ് റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് ഡെഫേർഡ് ടാക്സ് ലാബിലിറ്റിയിലേക്ക് ഒരു 28,000 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. റീവാലുവേഷൻ നിങ്ങൾക്കത് ഓർമ്മ ഉണ്ടോ എന്നറിയില്ല. റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് ഡെഫേർഡ് ടാക്സിലേക്ക് നമ്മളൊരു 28,000 ട്രാൻസ്ഫർ ചെയ്തിട്ടില്ലേ? അത് കാണിക്കാൻ വിട്ടുപോയി. അത് നോൺ കറണ്ട് ലയബിലിറ്റിയിൽ കാണിക്കണം. റീവാലുവേഷൻ സർപ്ലസിൽ നിന്ന് ഡെഫേർഡ് ടാക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത 28,000. അപ്പോൾ ഓക്കെ,
ഇത് കോപ്പി ചെയ്ത് എക്സലിലേക്ക് പേസ്റ്റ് ചെയ്യാൻ കഴിയില്ലടാ. Ctrl+C. പറ്റൂലേ? പറ്റും, ചെയ്തുതരാം. നിങ്ങൾ ഭയങ്കര സംഭവമാണ് കേട്ടോ. എനിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ലായിരുന്നു. ഞാൻ സെപ്പറേറ്റ് ഷീറ്റിലിടുന്നുണ്ട് കേട്ടോ. ഞാനിപ്പം ചെയ്യുന്നത് പോലെ ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പം ചെയ്തതുപോലെ ചെയ്യുന്നതാണ് കമ്പാരിറ്റീവ്ലി ബെറ്റർ. ഇതെല്ലാം കോപ്പി ചെയ്യാനൊക്കെ ഭയങ്കര മെനക്കെട മോനെ. കോപ്പി ചെയ്യാൻ കഴിയുന്നില്ല. സീനാണ്. എന്താണ് ഓക്കെ, ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് ചെയ്യുക? ഒരു കൺസോൾട്ടേഷൻ ചെയ്താലോ? എനിക്ക് നടുവേദനയൊക്കെ എടുക്കാൻ, പുറക്കെ വേദന എടുക്കാൻ തുടങ്ങി. 5 മണിക്കൂറായാലും മുമ്പിലിരിക്കുന്ന. പക്ഷേ നാളെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നാളെ SBRൻ്റെ മെഗാ മാരത്തോൺ ഉണ്ട്, മറ്റന്നാൾ AFMൻ്റെ ഉണ്ട്. സോ ഞാൻ FM ഒഴിവാക്കിയാണ് സമയമില്ലാത്തതുകൊണ്ട്. കാരണം ഈ മെഗാ മാരത്തോൺ എന്ന് പറയുന്ന ആ ഒരു പ്ലാന് ടുവേർഡ്സ് ദി എൻഡാണ് ഡിസൈഡ് ചെയ്തത്. ഇത് സൈലം നീറ്റ് ജെയിൽ ചെയ്യുന്ന ഒരു സംഭവമാണ് മെഗാ മാരത്തോൺ. എക്സാമിൻ്റെ തലേന്ന് ഇരുന്നിട്ട് ഫുൾ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യില്ല. പക്ഷേ ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞ എക്സാമിൻ്റെ തലേന്ന് ഇരുന്നിട്ട് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്ക് കൺഫ്യൂഷൻ ആവും, ടെൻഷനാവും. അതുകൊണ്ട് 2 ദിവസം മുമ്പേ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് അല്ലേ. ഒരു കൺസോൾട്ടേഷൻ ചെയ്യണം, അതും കൂടി ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസോൾട്ടേഷൻ ചെയ്തിട്ട് പ്ലാങ്ക് അല്ല ഒഴിവാക്കിയിട. പ്ലാങ്ക് പിന്നെ വേറെ നേരത്തെ കീ സ്റ്റോൺ ആവും നിങ്ങൾ ചെയ്യണ്ട. അതൊക്കെ വളരെ പഴയ ചോദ്യമാണ്. അതൊന്നും നിങ്ങൾ ചെയ്യണമെന്നില്ല കേട്ടോ. അപ്പം നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഓക്കെ, അതായത് നിങ്ങൾക്ക് കുറച്ച് വീഡിയോസ് ഞാൻ എക്സ്ട്രാ തരാം. അതായത് എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്ത ആൾക്കാർക്കാണ്. എൻ്റെ സ്റ്റുഡൻസിലൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ടാവും. എൻ്റെ സ്റ്റുഡൻസ്. അപ്പം സൈലം ACCA നമ്മുടെ യൂട്യൂബ് ചാനലിൽ നാളെ നിങ്ങൾക്ക് ഒരു ഫുൾ FR എക്സാം സോൾവ് ചെയ്യുന്ന വീഡിയോ ഇട്ട് തരും. നാളെ ഒരു ഉച്ചയാകുമ്പോഴേക്കും ഫുൾ FR എക്സാം സോൾവ് ചെയ്യുന്നൊരു വീഡിയോ. അത് സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ടാവും. അത് നിങ്ങൾക്ക് കാണാം. ഫുള്ള് എക്സാം സെക്ഷൻ A, സെക്ഷൻ B, സെക്ഷൻ C ഫുൾ സോൾവ് ചെയ്യുന്നൊരു വീഡിയോ സൈലത്തിൻ്റെ ചാനലിൽ വരും. അത് നിങ്ങളൊന്ന് കാണുക. അതിൽ എല്ലാം കവർ ചെയ്യും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ അല്ലേ വേണ്ടത് ചോദ്യങ്ങൾ. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതിൽ കുറേ വീഡിയോസ് ഉണ്ട് റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ്റെ. ബണ്ണ് പറയുന്നൊരു ചോദ്യമുണ്ട്. അവിടെ എന്തെല്ലാം ഉള്ളത് ഞാൻ മറന്ന്.
ഞാൻ പറഞ്ഞുതരാം. ഇതിൽ സിംഗിൾ എൻറ്റിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ഓക്കെ, പിന്നെ കൺസോളിഡേറ്റഡ് റേഷ്യോ സിംഗിൾ എൻറ്റിറ്റി റേഷ്യോ ഇൻ്റർപ്രിട്ടേഷനിൽ ഏതെല്ലാം ഉള്ളതെന്ന് പറഞ്ഞുതരാം. ഇതൊക്കെ നിങ്ങൾക്ക് കാണാനുള്ള സമയം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തതാണെങ്കിൽ ഒഴിവാക്കുക, ചെയ്യാത്തതാണെങ്കിൽ എടുക്കുക. സിംഗിൾ എൻറ്റിറ്റി ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, കൺസോളിഡേറ്റഡ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്, അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ചോദ്യത്തിൻ്റെ വീഡിയോ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ തന്നെയാണ്, അങ്ങനെ തന്നെയാണുള്ളത്. പിന്നെ കൺസോളിഡേറ്റഡിൽ കാൾ സിംഗർ എന്ന് പറഞ്ഞൊരു ചോദ്യം, അതൊരു ഡിസ്പോസലിൻ്റെതാണ്. പിന്നെ ബൺ കമ്പനി ഉണ്ട്, ലാൻഡിംഗ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്, ഫിറ്റ് സ്പോട്ടി ഉണ്ട്, ഹാർഡി, അതൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ടാ, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സംഭവം കിട്ടും. ഇതൊക്കെ നിങ്ങൾക്ക് കാണാം. കൺസോളിഡേഷൻ്റെ ഒന്നേ ഉള്ളൂ അല്ലേ. ഇതൊക്കെ കൺസോളിഡേറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ ആണ്, യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ അത് സമയം ഉണ്ടാവുന്നതൊന്ന് കാണുക. അതിൽ ബൺ കമ്പനി, ഫിറ്റ് സ്പോട്ടിയൊക്കെ പലപ്പോഴും എക്സാംസിന് ചോദിക്കുന്നതാണ്. കാൾ സിംഗർ കൺസോളിഡേറ്റഡ് ഡിസ്പോസലിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണെന്ന് തോന്നുന്നു, അത് മാത്രമേ ഉള്ളൂ. പുതുതായിട്ടൊരു സബ്സിഡറി കമ്പനി എക്വയർ ചെയ്യുന്ന ഇൻ്റർപ്രിട്ടേഷൻ്റെ വീഡിയോ ഇല്ല, അവൈലബിൾ അല്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻ്റർപ്രിട്ടേഷൻ വരാനുള്ള സാധ്യത വളരെ കുറവാണ്, പക്ഷേ നിങ്ങൾ ടൈം ഉണ്ടെങ്കിൽ അതൊന്ന് കാണുക. അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് അറിയാത്തവർക്ക് അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ക്വസ്റ്റ്യനൊക്കെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. റേഷ്യോയിൽ ഇപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, റേഷ്യോ എടുക്കാൻ എനിക്കിപ്പോൾ സമയമില്ല. അപ്പോൾ റേഷ്യോയിൽ എന്താ ചെയ്യുക, റേഷ്യോയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ പരമാവധി ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ഈസി ടിപ്പ്. ഇപ്പോൾ ഞാനതിൻ്റെ ഒരു ചെറിയൊരു സമ്മറി പറയാം റേഷ്യോൻ്റെത്. ഏതാണ് ചെയ്യേണ്ടതെന്നുള്ളത് സമയമായി, 10 റേഷ്യോസ് ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്, റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ്റെ ഇക്വേഷൻസ് ഇവിടെ ഉണ്ട്. ഈ ഇൻ്റർപ്രിട്ടേഷൻ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നിങ്ങളൊരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വെക്കുക, ഒരു 1-2 പാരഗ്രാഫ്സ് ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് വെക്കുക, നല്ലതാണത്. ആൻഡ് സിനാരിയോയിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. ആരാണ് കമ്പനി, എന്താണ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളടുത്ത് ഇപ്പോൾ പെർഫോമൻസ് ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞതെങ്കിൽ നിങ്ങൾ ROCE എന്ത് ചെയ്യുക, ഒന്ന് കമ്പയർ ചെയ്യുക. ഒന്നുകിൽ നമ്മുടെ കമ്പനിയുടെ ROCE-നെ കോമ്പറ്റീറ്റീവ് കമ്പനിയുടെ ROCE ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഇൻഡസ്ട്രി ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ഈ വർഷത്തെ ROCE-നെ കഴിഞ്ഞ വർഷത്തെ ROCE ആയിട്ട് കമ്പയർ ചെയ്യുക.
എന്നിട്ട് ROC കമ്പയർ ചെയ്തിട്ട് ROC കൂടുതലാണെങ്കിൽ പെർഫോമൻസ് അടിപൊളിയാണെന്ന് പറയുക, ROC കുറവാണെങ്കിൽ പെർഫോമൻസ് മോശമാണെന്ന് പറയുക. അതാണ് അതിൻ്റെ ഫൈനൽ കൺക്ലൂഷൻ. ROC വെച്ചിട്ടാണ് നമ്മൾ പെർഫോമൻസ് ഇംപ്രൂവിങ് ആണോ ഡിക്ലൈനിങ് ആണോ എന്നുള്ള കാര്യം പറയുന്നത്. ആൻഡ് ROC എന്തുകൊണ്ട് ഇൻക്രീസ് ചെയ്തു എന്തുകൊണ്ട് ഡിക്രീസ് ചെയ്തു എന്നുള്ള കാര്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ROCയുടെ കോമ്പണൻറ്റ് റേഷ്യോസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ROCയുടെ കോമ്പണൻറ്റ് റേഷ്യോസ് ആണ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ആൻഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ROC എന്തുകൊണ്ട് കൂടി ROC എന്തുകൊണ്ട് കുറഞ്ഞു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക ഈ പറയുന്ന റേഷ്യോസ് വെച്ചിട്ടാണ്. ആൻഡ് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിക്കൽ മാർജിൻ കൂട്ടി സാധനം വെക്കുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് കുറഞ്ഞത് കൊണ്ടായിരിക്കാം. അത് നമുക്ക് പറയാം. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം ഒന്നിക്കൽ മാർജിൻ കൂട്ടി സാധനം വിറ്റു, അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്തു. നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്താൽ അത് ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കൂടിയത് കൊണ്ടാവാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് കുറഞ്ഞത് കൊണ്ടാവാം എന്നുള്ള കാര്യം നമുക്ക് പറയാം. അസറ്റ് ടേൺ ഓവർ റേഷ്യോ ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് കമ്പനി അവരുടെ അസറ്റുകൾ എഫിഷ്യൻ്റ്ലി യൂട്ടിലൈസ് ചെയ്തത് കൊണ്ടാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. ആൻഡ് അൾട്ടിമേറ്റ്ലി പെർഫോമൻസ് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക ROC വെച്ചിട്ടാണ്. ആൻഡ് ഭാവിയിൽ ROC ഇംപ്രൂവ് ചെയ്യാനുള്ള എന്തെങ്കിലും ഐറ്റംസ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. പിന്നെ ഫൈനാൻഷ്യൽ പൊസിഷൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗിയറിംഗ് റേഷ്യോ നോക്കാം. ഗിയറിംഗ് റേഷ്യോ കുറയുന്നതാണ് നല്ലത്. ആൻഡ് അത് സെക്ടർ ആവറേജിനേക്കാൾ കുറവാണെങ്കിൽ അത്രക്കും നല്ലതാണ്. പിന്നെ ഇൻട്രസ്റ്റ് കവറേജ് നമ്മൾ നോക്കും. ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കൂടുന്നതാണ് നല്ലത്. അവസാനം ലിക്വിഡിറ്റി റേഷ്യോ ആണ്. കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ അത് കൂടുന്നതാണ് നല്ലത്. എന്നാൽ അത് വളരെയധികം ഇൻക്രീസ് ചെയ്യുവാണെങ്കിൽ അത് മോശമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാം. എന്നിട്ട് അവസാനം നമ്മളൊരു കൺക്ലൂഷൻ കൊടുക്കുക. എന്തുകൊണ്ട് ROC കൂടി അല്ലെങ്കിൽ കുറഞ്ഞു, ഗിയറിംഗ് ഇഷ്യൂ ഉണ്ടോ, ലിക്വിഡിറ്റി ഇഷ്യൂ ഉണ്ടോ, ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുക. അപ്പോൾ ഇതാണ് ഒരു ഫോർമാറ്റ്. എനിക്ക് ഇതിൽ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ക്ലാസ് എടുക്കേണ്ടി വരും. 2-3 മണിക്കൂർ അതിനായിട്ട് വേണ്ടി വരും. സോ അതിപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ പറ്റത്തില്ല. നിങ്ങൾ ടുവേർഡ്സ് ദി എൻഡാണുള്ളത് അല്ലേ. സോ ഞാൻ അതിൻ്റെ ഒരു ടിപ്പ് തരികയാണെങ്കിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പം പറഞ്ഞത്. ROC കൂടിയാൽ പെർഫോമൻസ് നല്ലതാണ്, ROC കൂടുന്നത് GP കാരണമാണ്, NP കാരണമാണ്, ATR കാരണമാണ്, GP കൂടുന്നത് മാർജിൻ കൂടിയാലാണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്താലാണ്, നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ കൂടുന്നത് ഒന്നുകിൽ GP കൂടിയാലാണ്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്താലാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ജനറൽ പോയിൻറ്റ്സ് ആണ്. ഇത് മാത്രം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഹൈ മാർക്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻസ് ഈ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷനിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുക, കൂടുതൽ മാർക്സ് കിട്ടുക. ആ പോയിന്റിലാണ് നിങ്ങൾക്ക് കൂടുതൽ മാർക്സ് കിട്ടുക. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഏതൊരു റേഷ്യോ നിങ്ങൾ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷനെ പേടിക്കേണ്ട. നിങ്ങൾ അവസാനം വെക്കണേ, അവസാനം ചെയ്യണം. FS പ്രിപ്പറേഷൻ ചെയ്തതിന് ശേഷം മാത്രമേ റേഷ്യോ ചെയ്യാൻ പറ്റുള്ളൂ. അതിന് 40 മാർക്സ് മിനിമം നിങ്ങളുടെ കയ്യിൽ ഉണ്ടായും വേണം. ഒരു പോയിന്റിലും നിങ്ങൾ ഓവർ റൈറ്റ് ചെയ്യരുത്. അതിന് 40 മാർക്സ് നിങ്ങളുടെ കയ്യിലുണ്ട്, 40 മിനിറ്റ്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ 20 മാർക്സിൻ്റെ റേഷ്യോ ക്വസ്റ്റ്യനിൽ ഒരു 5, 6, 7 മാർക്ക് കാൽക്കുലേഷൻ ഉണ്ടാവും, റേഷ്യോ കാൽക്കുലേഷൻ ഉണ്ടാവും. അത് നിങ്ങൾ സ്കോർ ചെയ്തു. പിന്നെ ഇൻ്റർപ്രിട്ടേഷൻ്റെ മൊത്തം മാർക്കിലൊരു 4, 5 മാർക്ക് നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അൾട്ടിമേറ്റ്ലി ഈ 20 മാർക്സിൽ ഒരു 11, 12, 13 മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്യും. അതിൽ യാതൊരു കൺഫ്യൂഷനും ഇല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യും, സ്കോർ ചെയ്യും. യു വിൽ സ്കോർ ഇറ്റ് അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ ടഫാണെന്ന് പറയാൻ കാരണം നിങ്ങൾ കിറ്റിൽ ഉദ്ദേശിക്കുന്ന പോലത്തെ ഉത്തരം നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കിറ്റിൽ ഉത്തരം ഈസ് ഡൺ ബൈ എക്സ്പേർട്സ്. യു വോണ്ട് ബി ഏബിൾ ടു ഡു ദാറ്റ് അല്ലേ. അപ്പം നിങ്ങൾ കിറ്റിൽ ഉത്തരം എക്സ്പെക്ട് ചെയ്തിട്ടാണ് റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ ടഫാണെന്ന് പറയുന്നെങ്കിൽ അതിൽ യാതൊരു അർത്ഥമില്ല. നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ എക്സാം എഴുതുന്നത് എക്സാം കണ്ടീഷനിലാണ്, ടെൻഷനിലാണ്. സോ നിങ്ങളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ദാറ്റ്സ് ഇനഫ്.
ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 20 മാർക്സിൻ്റെ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷനിൽ ഒരു 5-6 മാർക്ക് 6-7 മാർക്ക് കാൽക്കുലേഷൻ ഉണ്ടത് നിങ്ങൾക്ക് കിട്ടും. ഇൻ്റർപ്രിട്ടേഷൻ ഒരു 13 മാർക്കിൻ്റെ ഒരു 5 നിങ്ങൾക്ക് എന്തായാലും കിട്ടും. അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. So ultimately, if you are able to score more than 10 out of the total 20, more than 10 out of the total 20, then you are safe. So why are you getting tensed? അതിൻ്റെ ഒരു ആവശ്യമില്ല. പക്ഷേ നിങ്ങൾ പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അപ്പോൾ ഇതുവരെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഞാൻ ഈ പറയുന്ന വീഡിയോസൊക്കെ എൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് നോക്കുക. സെക്ഷൻ സി ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യണമെന്നില്ല. സെക്ഷൻ എ ചെയ്ത് ബി ചെയ്ത് സി ചെയ്താൽ മതി. ബട്ട് ഇറ്റ് ഈസ് യുവർ ചോയ്സ്. ബട്ട് അൾട്ടിമേറ്റ്ലി വാട്ട് എവർ ക്വസ്റ്റ്യൻ യു ആർ റൈറ്റിംഗ്, ഇറ്റ് ഷുഡ് ബി ഡൺ വിത്തിൻ ദി അലോട്ടഡ് ടൈം. നിങ്ങൾ സെക്ഷൻ സി ആദ്യം ചെയ്യുകയാണെങ്കിൽ ചെയ്തു. പക്ഷേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 40 മിനിറ്റ്സ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ 40 മിനിറ്റ്സ്, അതിൽ കൂടുതൽ സമയം എടുക്കരുത്. ആൻഡ് സെക്ഷൻ സി ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ വെറുതെ ഓർത്ത് ടെൻഷൻ അടിക്കും. അപ്പോൾ അതിനേക്കാൾ നല്ലത് എ ചെയ്ത് ബി ചെയ്ത് സി ചെയ്യുന്നതാണ് പൊതുവേ നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ സെക്ഷൻ സി ആദ്യം ചെയ്തിട്ട് റേഷ്യോ ഇൻ്റർപ്രിട്ടേഷൻ കണ്ട് തള്ളിക്കഴിഞ്ഞാൽ എന്താ പറയുക, അത് നിങ്ങളുടെ മൊത്തം എക്സാമിൻ്റെ പെർഫോമൻസിനെ ബാധിക്കും. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾക്ക് നിങ്ങളിലൊരു ഡൗട്ട് വരരുത്. വാട്ട് എവർ പ്രിപ്പറേഷൻ യു ഹാവ് ഡൺ അൺടിൽ നൗ ഈസ് സഫിഷ്യൻറ്റ് ടു സ്കോർ ദാറ്റ് 50 മാർക്ക്. അതാണ്. അതിന് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് കോൺഫിഡൻസ് മാത്രം കാണിച്ചാൽ മതി. അതാണ് സംഭവം. അത് നിങ്ങൾ എക്സാമിനേഷൻ ഹാളിൽ പോയിട്ട് നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് കാണിക്കുക. നിങ്ങളുടെ പ്രിപ്പറേഷനിൽ നിങ്ങളൊരു കോൺഫിഡൻസ് കാണിക്കുക. അങ്ങനെയാണെങ്കിൽ എന്ത് രീതിയിൽ എക്സാം ടഫായി കഴിഞ്ഞാലും യു വിൽ ബി ഏബിൾ ടു സ്കോർ 50 മാർക്സ്. 50 പോരെ പാസ്സാൻ. ആൻഡ് FRൻ്റെ ഒക്കെ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 50% ആണ്, 50. സോ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ ഒരു കോൺഫിഡൻസ് കാണിച്ചാൽ നമ്മൾ പാസ്സാവും. റീഡിങ് ടൈമിൽ you can start doing the question. You can start doing the question. അപ്പം 10:30 ആയിട്ടുണ്ട്, 10:40 ആയിട്ടുണ്ട്. അതാണ് പ്രശ്നം. എൻ്റെ ഈ ഇവിടുത്തെ സ്റ്റാഫ്, ഞാനിപ്പം ഇവിടെ സൈലത്തിൻ്റെ സ്റ്റുഡിയോയിലാണ് ഉള്ളത്. സ്റ്റാഫ് ഓൾറെഡി 2-3 മണിക്കൂർ ഓവർ ടൈം വർക്ക് ചെയ്തു. കൺസോൾട്ടേഷൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് നമുക്ക് ചെയ്യാനുള്ളത്. സോ അതിൻ്റെയും ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം ഫോർ യു. എന്നെക്കൊണ്ട് അത്രയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക. ഇനിയൊരു ചോദ്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ 11:30 ആവും. അത് ബുദ്ധിമുട്ടാവുമോ എന്ന് എനിക്കൊരു സംശയം. എനിക്കിരിക്കാൻ പ്രശ്നമില്ല, ബട്ട് അത് ബുദ്ധിമുട്ടാവുമോ എന്നൊരു സംശയം മറ്റുള്ള ആൾക്കാർക്ക്. ഇവിടെ ഓഫീസ് പൂട്ടണ്ടേ. സോ അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അതായത് ഞാൻ എൻ്റെ കയ്യിലുള്ള കൺസോൾട്ടേഷൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു വീഡിയോ ഞാൻ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യാം. ഡോറിട്ട് ചെയ്യണമെന്നുണ്ട്, പക്ഷെ സമയം ഉണ്ടോ എന്നുള്ളതാണ്. ഡോറിട്ട് പ്രീ മോക്കിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ട? പ്രീ മോക്കിൻ്റെ വീഡിയോ ACCA അവരുടെ സൈറ്റിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കണ്ടാടാ? അതിലുണ്ടാവുമല്ലോ അതിൻ്റെ എക്സ്പ്ലനേഷൻ. ഞാനത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെയാണെങ്കിൽ. അത് ഇവിടെ ഇവിടെ ഉണ്ടറാ, ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ FR എടുത്തിട്ട് FR മോക്ക് എക്സാം ആൻഡ് ഡിബ്രീഫ് വീഡിയോ ഇതെടുക്കുകയാണെങ്കിൽ ഇതിലുണ്ട്. സെക്ഷൻ എയും സെക്ഷൻ ബിയും സെക്ഷൻ സി ഒക്കെ ഡീബ്രീഫ് ചെയ്യുന്ന വീഡിയോ ഉണ്ട്. അതൊന്ന് കണ്ടാൽ മതി. ഡോറിട്ട് ചെയ്യുന്നുണ്ടാ? അത് നോക്കിയാൽ പോരെ? KSR പറ്റും. അതൊന്ന് ACA മാർക്ക് ഷീറ്റ് വെച്ചിട്ട് മെയിൽ ചെയ്താൽ കിട്ടേണ്ടതാണ്. ഡോറിട്ട് ഇതിനകത്തുണ്ടേ, അതുപോലെ. അത് കണ്ടിട്ട് മനസ്സിലായിട്ടാണോ എൻ്റെ അടുത്ത് ചോദിച്ചത്? അതിനുള്ള ചാൻസ് കുറവാണ്. ഫുള്ളില്ലേ? അയ്യോ, ഫുള്ളുണ്ടല്ലോ.
ഫുള്ളുണ്ട്, മൊത്തമായല്ലോ. റേഷ്യോസ് ഇല്ല അല്ലേ? എനിക്ക് നാളെ വരണം എന്നുണ്ട്, പക്ഷെ നാളെ SBR ആയിപ്പോയി. ഇത് മതി. ഇനി ബാക്കി എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യാനില്ല. ഇന്നിപ്പം നമുക്കിപ്പോൾ എന്തായാലും മൈൻഡപ്പ് ചെയ്യേണ്ടി വരും. ടൈമായി പോയിട്ടുണ്ട്, 10:30 നാളെ മോർണിംഗ് അല്ലേ? ഞാനൊരു കാര്യം ചെയ്യാം. നാളെ ഒരു ഉച്ച ടൈമിൽ, ഒരു 12 o'clock 1 o'clock ആ ടൈമിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം ഞാനൊന്ന് നോക്കട്ടെ. അതിൻ്റെ എന്താ പറയുക, ഇൻഫർമേഷൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഞാൻ പറയാം. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ പറയാം, അങ്ങനെ ചെയ്യാം. അപ്പോൾ അതുവരെ നിങ്ങൾ ബാക്കിയുള്ള കാണാത്ത ആൾക്കാർ ആ ബാക്കിയുള്ള വീഡിയോസൊക്കെ കാണും. നാളെ ഒരു 1 o'clock 2 o'clock റേഞ്ചിൽ ഞാൻ ഫ്രീ ആവുമെങ്കിൽ ഞാൻ വന്നിട്ട് ഒരു 1-2 മണിക്കൂർ സെഷൻ കൂടി നോക്കട്ടെ. അത് ഞാൻ അതിൻ്റെ ടൈമിങ് കാര്യങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ പറയാം. കാരണം എനിക്കെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് SBR 4 മണി മുതൽ 11 മണി വരെ ഉണ്ട്, ഒരു 5-6 മണിക്കൂറുണ്ട്. SBR നല്ല എനർജി ആവശ്യമുണ്ട് ഈ സ്റ്റാൻഡേർഡ്സ് മൊത്തം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞാൽ, അത് പറയുമ്പോൾ ഫുൾ ടയേർഡാവും. അപ്പോൾ പിന്നെ വീണ്ടും 8 മണിക്കൂർ 9 മണിക്കൂർ ഒരു ദിവസം ക്ലാസ് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, മനുഷ്യനല്ലേ. അതാണൊരു പ്രശ്നം. റേഷ്യോസ് ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല മോളെ. റേഷ്യോസ് എന്തായാലും 3/4 മണിക്കൂർ എടുക്കുമല്ലോ. ഞാൻ നാളെ നോക്കാം, നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം കേട്ടോ. നാളെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കാം. നിങ്ങൾ KSR അതായത് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക. അതൊക്കെ ഇവിടെ പ്രാക്ടീസ് പ്ലാറ്റ്ഫോമിലുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇനി പഴയ ചോദ്യങ്ങളൊന്നും ചെയ്യേണ്ട, ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ മതി. എക്സാമിനർ റിപ്പോർട്ടിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഇവിടെ നമ്മുടെ എക്സാമിനർ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അതിൽ കുറച്ച് ചോദ്യങ്ങളുണ്ട്. നിങ്ങളത് എന്തായാലും ചെയ്ത് നോക്കണേ. എക്സാമിനർ റിപ്പോർട്ടിലെ ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനർ റിപ്പോർട്ട് നിങ്ങൾ അത് എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇതിപ്പോൾ ലേറ്റസ്റ്റ് മാർച്ച് ജൂൺ 2023 എക്സാമിനർ റിപ്പോർട്ടാണ്. അത് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ സെക്ഷൻ എയിൽ ഒരു 4 MCQവും സെക്ഷൻ ബിയിലൊരു MTQ ഉണ്ടാവും. അതൊക്കെ നിങ്ങളൊന്ന് നിർബന്ധമായിട്ട് ചെയ്ത് നോക്കണം. അത് സംടൈംസ് നിങ്ങളുടെ എക്സാമിൽ, മെയിൻ എക്സാമിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാനുള്ള ചാൻസുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ എക്സാമിനർ റിപ്പോർട്ടിലുള്ള എല്ലാ എക്സാമിനർ റിപ്പോർട്ടിലുള്ള ചോദ്യങ്ങളും നിങ്ങളൊന്ന് MCQസും MTQസും ഒന്ന് ചെയ്ത് നോക്കണം. ഓക്കെ, സോ ട്യൂൺ ഇൻ ടു മൈ ഇൻസ്റ്റാഗ്രാം ഫോർ ഫർദർ ഇൻഫർമേഷൻസ്. യാതൊരു രീതിയിൽ ടെൻഷനും വേണ്ട, നിങ്ങളെല്ലാവരും പാസ്സാവും. നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇൻഷാല്ലാ നിങ്ങളെല്ലാവരും പാസ്സായിട്ട് എല്ലാവരും റിസൾട്ടിന് ശേഷം എന്നെ മെസ്സേജ് അയക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയാക്കുക, ഉഷാറാക്കുക, നോ ടെൻഷൻ, ഒരു ടെൻഷനും ആവശ്യമില്ല. എല്ലാവരും അടിപൊളിയായിട്ട് എക്സാം എഴുതി എല്ലാവരും പാസ്സാകട്ടെ. ഓൾ മൈ പ്രയേഴ്സ് ആൻഡ് ബെസ്റ്റ് വിഷസ്. താങ്ക് യു, താങ്ക്സ് എ ലോട്ട്. എനിക്കിത് 12 മണി വരെ കൊണ്ടുപോകണമെന്നുണ്ട്, പക്ഷേ ഇവിടെ ഒരു പയ്യന് ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ് എന്നെ. അവനക്ക് വീട്ടിൽ പോകേണ്ടി വരുമല്ലേ, അതാണ് പ്രശ്നം. ഒറ്റ മിനിറ്റ്. ബാക്കി എല്ലാവരും പോയില്ലേ? ക്ലാസ് ഉണ്ടാ? എല്ലാവരും പോയില്ലേ? നമ്മൾ മാത്രമല്ലേ ഉള്ളൂ? തീർന്നു. ലൈവ് ഓഫാക്കിയല്ല, ഞാൻ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വീട്ടിൽ. അപ്പം എന്നാൽ ഓക്കെ, ബൈ, താങ്ക് യു, ഗുഡ് നൈറ്റ്. എൻഡ് ചെയ്യണേ.